മുരളി നെല്ലനാട് നോവൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മായാദേവി എഴുതിയ രാത്രിമഴ. നീ നിന്റെ അമ്മയെ വിളിക്കണ പട്ടി, നിനക്ക് ആള് തെറ്റിപ്പോയി. ഇത് പെണ്ണ് വേറെയാ. നീ ഈ മലയിലുള്ള പെമ്പിള്ളേരെ മാത്രമേ കണ്ടിട്ടുള്ളൂ. നീ കൊണ്ടുപോയി കേസ് കൊടുക്കടാ. നിന്നെ മാത്രമല്ല, നിന്റെ അമ്മയും ഞാനൊരു പാഠം പഠിപ്പിക്കും. ഒച്ചയടക്കി രേവതി മുരണ്ടു. നീ എത്ര വേണേലും കിടന്നോടി. മൂക്കും കുത്തി നിന്നെ താഴ്ത്തി വീഴ്ത്തിക്കാൻ സജിക്കറിയാം. നീയോ ആമ്പിള്ളേരെ കണ്ടിട്ടില്ല, കാണാൻ പോകുന്നതേയുള്ളൂ. അവൾ കോൾ കട്ട് ചെയ്തു. വിയർപ്പിൽ അവളുടെ ശരീരം കുതിർന്നിരുന്നു. തൊണ്ട വരണ്ടപ്പോൾ ജഗ്ഗിലിരുന്ന വെള്ളമെടുത്ത് കുടിച്ചു. ഷാൾ പിടിച്ച് മുഖവും കഴുത്തും തുടച്ചു. ചതിയൻ. അവൻ യഥാർത്ഥ മുഖം പുറത്തെടുത്തു. ഇവനെ ഓർത്താണല്ലോ താൻ സ്വപ്നങ്ങളെല്ലാം നെയ്തുകൂട്ടിയത്. പരിചയപ്പെട്ട നിമിഷം മുതൽ അവൻ്റെ പെരുമാറ്റം ശ്രദ്ധിച്ചതാണ്. ശരീരത്തിൽ തൊടാനാണ് അവൻ എപ്പോഴും വ്യഗ്രത കാണിച്ചത്. കളങ്കമില്ലാത്ത പ്രണയമെന്ന് കരുതി ചില കുസൃതികൾ കണ്ടില്ലെന്ന് നടിച്ചു. അവനോടൊപ്പം ഒരു ജീവിതം കുതിച്ചു. ദിനേശിനെ അവൾ ഓർത്തുപോയി. അവൻ തന്നോട് സംസാരിച്ചത് മുഴുവൻ ഭാവിയെക്കുറിച്ച് മാത്രമാണ്. പലപ്പോഴും അവനോട് വിരസത തോന്നിയിട്ടുണ്ട്. ദിനേശൻ ഒട്ടും റൊമാൻറ്റിക് അല്ലെന്ന് ഓർത്തിട്ടുണ്ട്. രേവതിക്ക് കരച്ചിൽ വന്നു. പ്രണയം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോയ വിഡ്ഢിയായി പോയി താൻ. അന്ന് രാത്രി രേവതിക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല. അവൻ കേസിനൊന്നും പോകാൻ ധൈര്യപ്പെടില്ല. പക്ഷേ വിവരങ്ങൾ നാട്ടുകാർ അറിഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഒരാണെന്ന നിലയ്ക്ക് സജിക്കൊന്നും സംഭവിക്കാനില്ല. അതുമാത്രമല്ല തൻ്റെ കാര്യം. അർച്ചനെ കുടുക്കിയതാണെന്ന് മറ്റുള്ളവർ അറിഞ്ഞാൽ ജീവൻ ഒടുക്കുകയേ വഴിയുള്ളൂ. ഇനി ഞാൻ എന്ത് ചെയ്യും ദൈവമേ? അച്ഛൻ്റെ മുഖത്ത് എങ്ങനെ നോക്കും? തലയിണയിൽ മുഖം അമർത്തിക്കിടന്ന് അവൾ കരഞ്ഞ് നേരം വെളുപ്പിച്ചു. എഴുന്നേറ്റിരുന്ന് രാവിലെ അവൾ ചിന്തിച്ചത് ചുരിദാർ കത്തിച്ചു കളയാനും മൊബൈൽ ഫോൺ നശിപ്പിച്ചു കളയാനുമാണ്. രണ്ടും അവൻ തനിക്ക് തന്നതിന് തെളിവൊന്നുമില്ല. സിം കാർഡ് ഓടിച്ചിട്ട് മൊബൈൽ ഫോൺ ഗണപതിക്കുന്നിൽ നിന്ന് താഴെയുള്ള കൊക്കയിലേക്ക് എറിഞ്ഞാൽ മതി. അതോടെ എല്ലാം അവസാനിക്കും. അമ്മ റബ്ബർ പാൽ എടുക്കാൻ പോകുന്ന സമയം നോക്കി പുറത്തു കടക്കാൻ അവൾ നിശ്ചയിച്ചു. ഗണപതിക്കുന്നിന് താഴെയുള്ള തോട്ടത്തിലെ റബ്ബർ പാൽ എടുക്കുന്ന ജോലി ശ്യാമളയ്ക്കാണ്. 10 മണി കഴിഞ്ഞപ്പോൾ വീട്ടുപണി ഒതുക്കി ശ്യാമള രാജപ്പൻ്റെ പഴയൊരു ഷർട്ടും എടുത്തിട്ട് പാലെടുക്കാൻ പോയി. വിറക് ശേഖരിക്കാനാണ് അമ്പിളിയെ കൂട്ടിയത്. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടപ്പോൾ തയ്യൽ മെഷീൻ്റെ അടുത്തിരുന്ന രേവതി മുഖം തിരിച്ചു. അകത്തേക്ക് വന്നത് അർച്ചനയായിരുന്നു. രേവതിയുടെ ഉടൽ ചുട്ടുപഴുത്തു. അർച്ചന കട്ടിലിലിരുന്നു. എന്താ? ഒട്ടും മയമില്ലാതെ രേവതി ചോദിച്ചു. ഞാൻ പറയുന്നത് കേൾക്കാനുള്ള സൗമനസ്യമെങ്കിലും നീ കാണിക്കണം. നിന്നെ എന്നല്ല, ഒരു പെൺകുട്ടിയെയും ഉപദേശിക്കാനുള്ള അർഹത എനിക്കില്ലെന്നറിയാം. ഒരു തെറ്റ് പറ്റിപ്പോയ ആളിൻ്റെ അനുഭവജ്ഞാനം എന്തെങ്കിലും കരുതണം, അർച്ചന അപേക്ഷയോടെ പറഞ്ഞു. രേവതി അവളെ തറപ്പിച്ചു നോക്കി. എല്ലാ പഴിയും ഞാൻ ഏറ്റെടുത്തത് എനിക്കൊരു ഭാവി ജീവിതം ഇല്ലെന്ന് കരുതിയ മോളെ. അല്ലായിരുന്നെങ്കിൽ നീ ഒരിക്കലും ആ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടില്ലായിരുന്നു. ഞാൻ കൈമലർത്തിയെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു? പിന്നെ എന്നൊരു ഭാവം രേവതിയുടെ മുഖത്തുണ്ടായി. സത്യം എന്തെന്ന് കുഞ്ഞമ്മയ്ക്കും അമ്പിളിക്കും അറിയാം. അത് മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. രേവതി മുഖം വെട്ടിച്ചു കളഞ്ഞു. അതങ്ങനെ കഴിഞ്ഞെന്ന് നമുക്ക് ആശ്വസിക്കാം. പക്ഷേ രേവതി അർച്ചനയെ നോക്കി. അങ്ങനൊരു മോതിരം നിന്റെ കയ്യിൽ എങ്ങനെ വന്നു? ആരോ നിനക്കിത് തന്നതാ. അതാ എന്നെ ഭയപ്പെടുത്തുന്നത്. എന്നെ ഓർത്ത് ആരും ഭയപ്പെടുകയൊന്നും വേണ്ട. ഇവിടെ നിന്ന് പോയി തന്നാ മതി. രേവതി ഈർഷ്യപ്പെട്ടു. എനിക്ക് പറയാനുള്ളത് നീ കേൾക്കണം. രേവതി അസ്വസ്ഥയായി. എനിക്ക് നിന്റെ സാരോപദേശം കേൾക്കണ്ടെങ്കിലോ? നീ കേട്ടേ തീരൂ. രേവതി രൂക്ഷമായി അർച്ചനയെ നോക്കി. നീ എന്നോട് പറ, ആരാ സ്വർണമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ആ മോതിരം നിനക്ക് തന്നത്? ഒരാളുടെ കയ്യിൽ നിന്ന് നീ അത് വാങ്ങണമെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഒരുപാട് ദൂരം മുന്നോട്ട് പോയിരിക്കുമെന്ന് ഉറപ്പാ. എഴുന്നേറ്റ് പോടി എൻ്റെ മുറിയിന്ന്. രേവതി പൊട്ടിത്തെറിച്ചു. അർച്ചന അത് കാര്യമാക്കിയില്ല. മുക്കുപണ്ടം തന്ന് പറ്റിച്ചത് ആരായാലും അയാൾക്ക് നിന്നോട് ആത്മാർത്ഥതയില്ലെന്ന് നീ മനസ്സിലാക്കണം. കളങ്കമില്ലാത്ത ഒന്നാ സ്വർണം. അത് വെച്ചാ നിന്നെ ഒരാൾ ചതിച്ചത്. അയാളെ ഒരു കാലത്തും വിശ്വസിക്കരുത്. അതിനുള്ള വിവേകമെങ്കിലും നീ കാണിക്കണം. ഓഹോ, അപ്പോൾ നീ ഒരുത്തനെയും എനിക്ക് വേണ്ടി കണ്ടെത്തി. നീ അങ്ങനെ ചിന്തിക്കുമെന്ന് എനിക്കറിയാം. ഞാൻ കൂടി മാനം കെട്ട് പോകുന്നതും നിനക്ക് കാണണം അല്ലേടി വഴി പിഴച്ചവളെ? അത് നീ മനസ്സിനോട് സ്വയം ഒന്ന് ചോദിച്ചു നോക്ക്. എൻ്റെ വിധി ഒരു പെണ്ണിനും വന്നു പോകരുതെന്ന് പ്രാർത്ഥിക്കുന്നവളാ ഞാൻ. രേവതി വെട്ടിച്ച് നോട്ടം മാറ്റി. അവളിരുന്ന് ദഹിക്കാൻ തുടങ്ങി. ആരാ അവൻ? നീ അത് പറയില്ലെങ്കിൽ സത്യാവസ്ഥ എനിക്ക് ചിറ്റപ്പനോട് പറയേണ്ടി വരും. രേവതിയുടെ ഉടൽ കത്തി. അവൾ പാഞ്ഞു ചെന്ന് അർച്ചനയുടെ മുടിക്കുത്തിൽ പിടിച്ചുയർത്തി. പറയോടി, നീ പറയോ? അർച്ചന നിന്നുകൊടുത്തു. രേവതി മുടിക്കുത്തി ശക്തിയായി ഉലച്ചു. ഞാൻ പറയും.
എനിക്ക് നിന്നെ ചതിയിൽ നിന്ന് രക്ഷിച്ചേ തീരൂ. നീ എന്നെ കൊന്നുകളാ. ജീവനുണ്ടെങ്കിൽ ഞാനിത് ചിറ്റപ്പനോട് പറയും. വേണ്ടി വന്നാൽ കൊന്നുകളയും നിന്നെ ഞാൻ. കലിയിളകി രേവതി അർച്ചനയുടെ കവിളിൽ ഒരടി കൊടുത്തു. അടിച്ചാ പോരാ, നീ എന്നെ കൊല്ലണം. രേവതി പിടിവിട്ടിട്ട് ജനലിനടുത്ത് ചെന്ന് നിന്നു. അർച്ചനയ്ക്ക് വേദന തോന്നിയില്ല. അവൾ രേവതിയുടെ അടുത്ത് ചെന്നു. മോളെ, ഞാൻ പറയാതിരിക്കും. നീ തെറ്റ് മനസ്സിലാക്കിയാൽ മതി. ആരാ നിനക്കത് തന്നത്? രേവതി ഒന്നയഞ്ഞു. നീ കരുതുന്ന പോലെ എനിക്കാരും തന്നതല്ല, കളഞ്ഞു കിട്ടിയതാ. സ്വർണമാണെന്ന് ഞാൻ കരുതി. പുറത്തുനിന്ന് നോട്ടമെടുക്കാതെ രേവതി പറഞ്ഞു. നീ തയ്യൽ പഠിപ്പിക്കാൻ പോകുന്ന വീട്ടിലെ ചെക്കനല്ലേ നിനക്കത് തന്നത്? സജി എന്നല്ലേ അവൻ്റെ പേര്? രേവതി ഉള്ളുകൊണ്ട് നടുങ്ങി. തളർന്നു പോകുന്നത് അവൾ അറിഞ്ഞു. ഓരോ കഥകൾ പടച്ചുണ്ടാക്കാതെ പോകുന്നുണ്ടോ? ഞാൻ മാനം കെട്ടത് നിനക്കൊരു ജീവിതം കിട്ടാൻ വേണ്ടിയാ. അർച്ചന അവളെ പിടിച്ചു തിരിച്ചു. അവളുടെ കരുത്ത് കണ്ട് രേവതിക്ക് പതർച്ചയുണ്ടായി. അതുവരെ താൻ കാണാത്ത ഒരു ഭാവം അർച്ചനയുടെ കണ്ണുകളിൽ അവൾ കണ്ടു. എനിക്കറിയാം അത് തന്നത് അവനാണെന്ന്. ആ വീട്ടിലേക്കുള്ള നിന്റെ പോക്കും മടങ്ങി വരുമ്പോഴുള്ള മുഖത്തെ പ്രസാദവും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവനെക്കുറിച്ച് നല്ലതൊന്നുമല്ല കേൾക്കുന്നത്. നീ അവൻ്റെ കെണിയിൽ വീണു. മൂർച്ചയുള്ള സ്വരത്തിൽ അർച്ചന പറഞ്ഞു. രേവതി തളർച്ചയോടെ നിന്നു. നമ്മളെപ്പോലെ പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികളെ വിലപിടിപ്പുള്ള പലതും കാണിച്ച് പ്രലോഭിപ്പിക്കാൻ ആളുകളുണ്ട്. പലരുടെയും അനുഭവം കൺമുമ്പിലുണ്ടെങ്കിലും ഇതങ്ങനെയല്ലെന്ന് നമ്മൾ കരുതും. നീയും വിഡ്ഢിയാകരുതെന്നേ എനിക്ക് നിന്നോട് യാചിക്കാനുള്ളൂ. രേവതി നിലത്ത് നോക്കി നിന്നു. അവർക്ക് വേണ്ടത് പെണ്ണിൻ്റെ ശരീരമാ. ഇതീ ഭൂമിയിൽ തുടർന്നുകൊണ്ടിരിക്കുക. നമ്മൾ വിധികളായിക്കൂടാ മോളെ. സ്നേഹിക്കാൻ തോന്നുന്നെങ്കിൽ പോലും അത് തുല്യനിലയിലുള്ളവർ തമ്മിലാകണം. അർച്ചന അവളുടെ താടി പിടിച്ചുയർത്തി. ഞാനിതാരോടും പറയില്ല. നീ അവനെ മനസ്സിലാക്കണം. നഷ്ടം നമുക്കേ ഉണ്ടാവൂ. ഞാൻ അനുഭവിക്കുന്നത് നീ കാണുന്നില്ലേ? നിന്റെ മുന്നിൽ വലിയൊരു പാഠമല്ലേ ഞാൻ? അർച്ചനയ്ക്ക് കരച്ചിൽ വന്നു. രേവതി മുഖം തിരിക്കാൻ ശ്രമിച്ചു. നന്നായി ആലോചിക്ക്. അർച്ചന മുറിയിൽ നിന്ന് പോയി. രേവതി കട്ടിലിൽ ചെന്നിരുന്നു. അവളൊരു ഭയങ്കരി തന്നെ. കാര്യങ്ങൾ ഊഹിച്ചെടുത്ത് കളഞ്ഞു. ചുരിദാർ കത്തിക്കുന്നത് കൂടി അവൾ കണ്ടാൽ താൻ വീണ്ടും അപമാനിതയാവും. അവൾക്ക് മുന്നിൽ തോറ്റുകൊടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ തന്നെ ഒരു ചുരിദാറിൻ്റെ പേര് പറഞ്ഞ് ആർക്കും ഒന്നും ചെയ്യാനാവില്ല. മേശയ്ക്കുള്ളിൽ നിന്ന് അവൾ ഫോൺ എടുത്തു. ഇത് നശിപ്പിച്ചേ തീരൂ. ഭയപ്പെടേണ്ടത് ഇതിനെയാണ്. അവൾ ഫോൺ ഓൺ ചെയ്തു. ഫേസ്ബുക്ക് തുറന്നപ്പോൾ കുറേയധികം മെസ്സേജ് വന്ന് കിടക്കുന്നത് കണ്ടു. സജിയുടെ മെസ്സേജ് കണ്ടപ്പോൾ വെറുപ്പോടെ അതവൾ ഓപ്പൺ ചെയ്തു. ഒരു അശ്ലീല ചിത്രമായിരുന്നു അതിൽ. ചുവട്ടിൽ ടൈപ്പ് ചെയ്തത് അറപ്പ് കാരണം അവൾ നോക്കിയില്ല. അവനുമായിട്ടുള്ള ചാറ്റ് ലിസ്റ്റിലേക്ക് അവൾ നോക്കി. പെട്ടെന്നൊരു ചിന്ത രേവതിയിലുണ്ടായി. ഫോൺ തന്നതും ചുരിദാറും മോതിരവും സമ്മാനിച്ചതും അവൻ ചാറ്റ് ചെയ്തപ്പോൾ ആവർത്തിച്ചിട്ടുണ്ട്. അവൻ തന്നെ കളിയാക്കുന്നെങ്കിൽ അവനെതിരെയുള്ള ഏറ്റവും വലിയ തെളിവുകളാണ് അവൻ അയച്ച മെസ്സേജുകൾ. ഇനി വിളിക്കുമ്പോൾ ഇത് വെച്ച് വേണം അവൻ്റെ നാവടക്കാൻ. മനസ്സിന് അല്പ ആശ്വാസം രേവതിക്കുണ്ടായി. അടുക്കളയിൽ ശ്യാമള തേങ്ങ ചുരണ്ടിക്കൊണ്ടിരുന്നപ്പോൾ അർച്ചന അങ്ങോട്ട് ചെന്നു. ശ്യാമള മുഖം ഉയർത്തി അവളെ നോക്കി. മറ്റൊരാൾക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റില്ലെങ്കിലും വയർ വീർത്തു തുടങ്ങിയത് ശ്യാമള കണ്ടെത്തി. മാസം 5 ആയിരിക്കുന്നു. ഇനി അധികം പുറത്തൊന്നും ഇറങ്ങണ്ട. മുറിയിൽ തന്നെ കഴിച്ചു കൂട്ടിയാൽ മതി. രാജമ്മ ദിവസം 2-3 തവണയെങ്കിലും ഇങ്ങോട്ട് കയറി വരും. അത് ശരിയാണെന്ന് അർച്ചനയ്ക്കും അറിയാം. എക്സ്റേ കണ്ണുകളാണ് അവർക്ക്. അടിമുടി നോക്കുന്നത് കണ്ടാൽ ശരീരം പൊള്ളിപ്പോകും. അവരുടെ ഒച്ച പുറത്ത് കേട്ടാൽ മുറിയിൽ കയറി കതകടയ്ക്കുകയാണ് ചെയ്യാറ്. ഇനിയിപ്പോൾ 1 മാസം കൂടി കഴിയുമ്പോൾ മറ്റൊരിടത്തേക്ക് പോകാനുള്ളതല്ലേ. അതിനു മുമ്പ് ഒന്നുകൂടെ ഡോക്ടറെ പോയിന്ന് കാണാം. നാളെ തന്നെ പോകണം. ശ്യാമള തീരുമാനം പറഞ്ഞു. അവൾ തലയാട്ടി. പിറ്റേന്ന് 2 ഹോസ്പിറ്റലിലേക്ക് പോയി. കാത്തിരുന്ന് ഡോക്ടറെ കണ്ടു. സ്കാൻ ചെയ്യാൻ ഡോക്ടർ ഹിമ വാസുദേവ് കുറിച്ചു. സ്കാനിങ് കഴിഞ്ഞ് വന്നപ്പോൾ ഡോക്ടർ തൃപ്തി പ്രകടിപ്പിച്ചു. ഓ, ഷീസ് ഓക്കെ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ശ്യാമളയോട് ഡോക്ടർ പറഞ്ഞു. ശ്യാമളയ്ക്ക് സമാധാനമായി. ചെക്കപ്പ് റൂമിൽ വെച്ച് അർച്ചന ഡോക്ടർ ഹിമയോട് പറഞ്ഞു. വീണ്ടും മാഡത്തെ കാണാൻ വരാൻ കഴിയില്ല. ഇനി 1 മാസം കഴിഞ്ഞാൽ ഞാൻ മറ്റൊരു വീട്ടിലേക്ക് പോകും. അതെവിടാന്ന് ഇപ്പോഴും അറിയില്ല. തൻ്റെ കാര്യത്തിൽ എനിക്ക് സഹതാപമുണ്ട്. ഡെലിവറി ഇവിടെയാണെങ്കിൽ അർച്ചനയുടെ എല്ലാ കാര്യത്തിലും ഞാൻ ഉറപ്പ് തന്നേനെ. കുഞ്ഞ് കൈവിട്ട് പോകാതെ നോക്കണം. മനസ്സിലെപ്പോഴും ഒരു മുൻകരുതൽ വേണം. എനിക്കതറിയാം മാഡം. ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് അവർ അർച്ചനയെ കൊണ്ടുപോകൂ. അവിടുത്തെ ഡോക്ടറോട് എന്നെ വിളിക്കാൻ പറയണം. എൻ്റെ ഫോൺ നമ്പർ കയ്യിലുണ്ടല്ലോ. ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. മാഡത്തിൻ്റെ ഫോൺ നമ്പർ കാണാതെ തന്നെ എനിക്കറിയാം. ഈശ്വരനാമം പോലെ ഞാനത് ഉരുവിടാറുണ്ട്. എന്നെ കൈവിടല്ലേ മാഡം.
കണ്ണീരോടെ അവൾ യാചിച്ചു. ഹിമ വാസുദേവ് അലിവോടെ അവളെ നോക്കി. അർച്ചനയ്ക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം. അർച്ചനയ്ക്കും കുഞ്ഞിനും സുരക്ഷിതമായി കഴിയാനുള്ള സാഹചര്യം ഞാൻ ഉറപ്പു തരുന്നു, പോരെ? ഹിമ പുഞ്ചിരിച്ചു. ഡോക്ടറുടെ പാദം തൊട്ട് വന്ദിക്കാൻ അവൾ ആഗ്രഹിച്ചു പോയി. ഈ ഹോസ്പിറ്റലിലോ മറ്റൊരിടത്തോ ചെറിയൊരു ജോലി ഏർപ്പാടാക്കി തരാൻ എനിക്ക് കഴിയും. ആദ്യം തൻ്റെ ഡെലിവറി നടക്കട്ടെ. കൺമുന്നിൽ നിൽക്കുന്നത് ഈശ്വരനാണെന്ന് അവൾക്ക് തോന്നി. അവൾ കൈ കൂപ്പി വിതുമ്പി. ആ കൈകളിൽ ഹിമ പിടിച്ചു. അർച്ചനയെ സംബന്ധിച്ച് ഇതൊരു പരീക്ഷണ ഘട്ടമാണ്. എനിക്ക് തോന്നുന്നത് ഈ സമയം കുഞ്ഞിൻ്റെ അച്ഛനെ കോണ്ടാക്ട് ചെയ്യുകയാണ് നല്ലതെന്ന. ഇനിയൊരു റിലേഷൻ നിങ്ങൾ തമ്മിൽ ഇല്ലെങ്കിൽ കൂടി സഹായത്തിന് അയാൾ കൂടെയുള്ളത് നല്ലതാണ്. കുഞ്ഞ് കൈവിട്ട് പോകാതിരിക്കാനെങ്കിലും അയാളുടെ സഹായം ഉപകരിക്കും. അത് വേണ്ട മാഡം, അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതം തകർന്നു പോകും. കാപട്യങ്ങളൊന്നും അദ്ദേഹത്തിന് അറിയില്ല. ഞാനായിട്ട് മുഖം തിരിച്ചു കളഞ്ഞതല്ലേ. ഇനി ഞാനായിട്ട് ഒരു സ്ത്രീയുടെ കണ്ണുകൾ നിറഞ്ഞു പോകരുത്. അദ്ദേഹത്തെ മുന്നിൽ കണ്ടാലും ഇനിയും ഞാൻ ഒഴിഞ്ഞു പോകത്തേയുള്ളൂ. ഞാൻ എവിടെയോ വിവാഹിതയായി ജീവിക്കുന്നെന്ന വിശ്വാസത്തിലാണ് അദ്ദേഹം സമാധാനത്തോടെ കഴിയുന്നത്. പറഞ്ഞു തീർന്നപ്പോഴേക്കും അർച്ചനയുടെ മിഴികൾ നിറഞ്ഞു. ഹിമ തെല്ലു നേരം വിസ്മയത്തോടെ അവളെ നോക്കി നിന്നു. എൻ്റെ കുഞ്ഞിനെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ മാത്രം മതി. അവൾ കരച്ചിലെടുക്കാൻ പാടുപെട്ടു. എഴുന്നേറ്റ് പോവാ. ഹിമ പുറത്തേക്ക് നടന്നു. കൺസൾട്ടിംഗ് റൂമിൽ വന്നിട്ട് 2 മാസം കഴിക്കാനുള്ള മെഡിസിൻ ഹിമ കുറിച്ചു കൊടുത്തു. വേറെ വിശേഷമൊന്നുമില്ലെങ്കിൽ 2 മാസം കഴിഞ്ഞു വന്നാൽ മതി. ഡെലിവറി ഇവിടെ തന്നെയാണോ? ഹിമയുടെ ചോദ്യം ശ്യാമളയോടെ ആയിരുന്നു. ശ്യാമള ഒന്ന് പതറി. ചില കേസുകൾ ഡെലിവറിക്ക് മാത്രം ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോകാറുണ്ട്. അതുകൊണ്ട് ചോദിച്ചതാ. ഒന്നും തീരുമാനിച്ചിട്ടില്ല ഡോക്ടർ. കുഞ്ഞിൻ്റെ കാര്യത്തിൽ തീരുമാനമായോ? കുഞ്ഞുമായി വീട്ടിലേക്ക് പോകാൻ പറ്റില്ലല്ലോ. ശ്യാമളയ്ക്ക് ഉത്തരമില്ലായിരുന്നു. ഏതിനും അടുത്ത് വരുമ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡിനെ കൂടി കൂട്ടിക്കൂ. ശരി ഡോക്ടർ. ശ്യാമളയ്ക്ക് രക്ഷപ്പെട്ടാൽ മതിയെന്നായി. മടക്കയാത്രയിൽ അർച്ചന ചോദിച്ചു, കുഞ്ഞിനെ സുധിയുടെ ആളുകളെ ഏൽപ്പിക്കണമെന്നല്ലേ കണ്ടീഷൻ? എങ്കിൽ പ്രസവം അവിടെ നടക്കുന്നതല്ലേ നല്ലത്? ഇനി മറ്റൊരു ഹോസ്പിറ്റലിൽ ചെന്നിട്ട് എല്ലാം പറയേണ്ടതല്ലേ? കുഞ്ഞമ്മ പറഞ്ഞാൽ ചിറ്റപ്പൻ കേൾക്കില്ലേ? പ്രതീക്ഷയോടെ അർച്ചന ശ്യാമളയെ നോക്കി. എവിടേക്കാണ് നിന്നെ കൊണ്ടുപോകുന്നതെന്ന് അറിയില്ലല്ലോ. മിക്കവാറും കോട്ടയത്തേക്കാവും. പിന്നെ എങ്ങനെ പുനലൂര് വരും? കുറച്ച് ദൂരത്ത് പ്രസവിക്കുന്നതല്ലേ മോളെ നല്ലത്. അതും ശരിയാ. അവൾ നിരാശപ്പെട്ടു. വളരെ ശ്രദ്ധയോടെ തയ്യൽ മെഷീൻ ചവിട്ടുകയാണ് രേവതി. വെൽഡ് ചെയ്ത് പിടിപ്പിച്ച ഭാഗം അടർന്നു പോകുമോ എന്ന ഭയമായിരുന്നു അവൾക്ക്. മേശയിലിരുന്ന സെൽ റിങ് ചെയ്തു തുടങ്ങിയപ്പോൾ അവൾ മെഷീൻ നിർത്തി. അമ്മയും അർച്ചനയും ഹോസ്പിറ്റലിൽ പോയിട്ട് ഇതുവരെയും വിളിച്ചിട്ടില്ല. അവൾ ചെന്ന് ഫോൺ എടുത്തു. പരിചയമില്ലാത്ത നമ്പർ കണ്ടപ്പോൾ ശ്യാമളയാണെന്ന് അവൾക്ക് തോന്നി. ഹലോ, സുഖമല്ലേ രേവു? രേവതി അടിമുടി വിറച്ചു. ചതിയൻ, നീ കട്ട് ചെയ്യരുത്. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. കേൾക്കാതെ പോയാൽ അതിൻ്റെ ദോഷം നിനക്കാ. ഭീഷണി പോലെ സജിയുടെ സ്വരം വന്നു. അമ്പിളി ഉച്ചയുറക്കത്തിലാണെന്ന ധൈര്യം രേവതിക്കുണ്ടായി. എനിക്കിനി ഒരു നിമിഷം പോലും കാത്തിരിക്കാൻ വയ്യ രേവു. ഇന്ന് 4 മണിക്ക് നീ ഗണപതിക്കുന്നിൽ വരണം. വരാമടാ. ഞാൻ മാത്രമല്ല, വീട്ടിലും നാട്ടിലുമുള്ള എല്ലാവരെയും കൂട്ടാം. നീ നിന്റെ അമ്മയെ കൂടി കൂട്ടിക്കോ. അവൾ കത്തി പടർന്നു. അവൻ്റെ ചിരി കേട്ടു. നിന്നെ താലി കെട്ടാനല്ലടി ഞാൻ വിളിക്കുന്നത്. അതിനുശേഷമുള്ള ആ സുന്ദര നിമിഷങ്ങൾക്കാ. വരില്ലേ ചക്കരേ? ചീ പോടാ പട്ടി. നിന്റെ അമ്മയില്ലേടാ അവിടെ? ആദ്യം നീ 2-3 ഗോൾ അടിച്ചോ. ഞാൻ കയ്യും കെട്ടി നിന്ന് തരും. ഗോൾ മുഖത്ത് കയറി അടിച്ചോ. വേഗം വേണം. അവൻ വീണ്ടും ചിരിച്ചു. എന്ത് പറഞ്ഞടാ നീ എന്നെ വിരട്ടുന്നത്? ഒരു ചുരിദാറും മൊബൈൽ ഫോണും അല്ലേ? ചുരിദാർ ഞാൻ കത്തിച്ച് കളഞ്ഞടാ. പിന്നെ നിന്റെ 20,000-ന്റെ മൊബൈൽ അതിൻ്റെ കയ്യിൽ തന്നെയുണ്ടടാ. മതി, അത് മതി. നീ എന്നെ ഒരു ചുക്കും ചെയ്യില്ലടാ. ഫോൺ ഞാൻ മോഷ്ടിച്ചെന്നല്ലേ നീ പറയാൻ പോകുന്നത്? എന്നാൽ കേട്ടോ, നീ വാട്സപ്പിൽ അയച്ച ഒറ്റ മെസ്സേജ് പോലും ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ലടാ. എല്ലാം ഫോണിൽ തന്നെയുണ്ട്. അവൻ്റെ ചിരി നിന്നു. അയ്യോ, നീ എന്നെ ചതിച്ചോ? ഡിലീറ്റ് ചെയ്യാമെന്നല്ലേ നീ പറഞ്ഞത്? നീ എന്താണ് എന്നെക്കുറിച്ച് കരുതിയത്? മൊബൈൽ തന്നതും മോതിരം തന്നതുമെല്ലാം അതിലുണ്ട്. സംശയമുണ്ടെങ്കിൽ ചാറ്റ് ലിസ്റ്റ് എടുത്ത് നോക്ക്. ഒരു പാവം പെണ്ണിനെ വിവാഹം ചെയ്യാമെന്ന് പ്രലോഭിപ്പിച്ച് നീ തന്നതാണെന്നതിന് ഇനി എന്ത് തെളിവ് വേണം? രേവതി ജ്വലിച്ചു. രേവു, നീ എന്നെ ചതിക്കല്ലേടാ. നീ പറയുന്നത് എന്തും ഞാൻ അനുസരിക്കും. ഇനി ഒരിക്കലും ഞാൻ നിന്നെ ശല്യപ്പെടുത്തില്ല. നിന്നെ വിവാഹം ചെയ്യാനും ഞാൻ തയ്യാറാ. ഇന്ന് തന്നെ അമ്മയോട് പറയട്ടെ? പറയട്ടെ രേവു. അവൻ യാചിക്കാൻ തുടങ്ങി. അഹന്തയോടെ അവൾ ചിരിച്ചു. അവൻ്റെ പത്തി താഴ്ന്നു. രേവു, നീ എന്തെങ്കിലും ഒന്ന് പറ. എൻ്റെ ശരീരം വിറയ്ക്കുകയാ. പ്ലീസ്,
നീ അത് ഡിലീറ്റ് ചെയ്യണേ. ആ ഫോൺ നീ എടുത്തോ. എന്നെ ചീറ്റ് ചെയ്യരുതേ. ഒരു ശല്യത്തിനും ഇനി ഞാനില്ല. സത്യം. ഇതോടെ എന്നോടുള്ള നിന്റെ കളി നിർത്തിക്കോണം. കേട്ടോടാ പട്ടി. നിർത്താം. നിന്നെ മനസ്സിലാക്കാൻ എനിക്ക് കഴിയാതെ പോയി. താൻ വരച്ച വരയിൽ അവൻ വന്നു കഴിഞ്ഞു. രേവതിയോട് അവൻ്റെ കളി. ഒരപേക്ഷ കൂടിയുണ്ട് രേവു. നീ ചെവി കൊള്ളാതിരിക്കരുത്. നീ വാട്സപ്പ് നോക്കണേ. നിനക്ക് ഞാനൊരു ഫോട്ടോയും മെസ്സേജും അയച്ചിട്ടുണ്ട്. അത് കണ്ടിട്ടേ നീ നമ്മുടെ ബന്ധം പൂർണ്ണമായി അവസാനിപ്പിക്കാവൂ. പ്ലീസ് രേവു, പ്ലീസ്. അവൻ്റെ യാചന കാതിൽ വീണു. അവൾ കോൾ കട്ട് ചെയ്തു. എന്താണ് അവൻ അയച്ച പിക്ചർ? മേശയ്ക്കുള്ളിൽ നിന്ന് അവൾ അവൻ്റെ ഫോൺ എടുത്തു. അവൾ പെട്ടെന്ന് വാട്സാപ്പിൽ കയറി. അവൻ്റെ മെസ്സേജ് അവൾ ഓപ്പൺ ചെയ്തു. അടിവസ്ത്രങ്ങൾ മാത്രം ധരിച്ചു നിൽക്കുന്ന ഒരു പെണ്ണിൻ്റെ ഫോട്ടോ തെളിഞ്ഞു. വൃത്തികെട്ടവൻ. ഫോട്ടോയിലേക്ക് നോക്കിയതും രേവതി പുളഞ്ഞുപോയി. തൻ്റെ ഫോട്ടോ. രേവതിയുടെ കണ്ണിൽ ഇരുട്ട് കയറി. എൻ്റെ ദൈവമേ, എന്തോ ചതിയാണിതെന്ന് അവളുടെ മനസ്സ് മന്ത്രിച്ചു. പിന്നെയും 2 ഫോട്ടോകൾ കൂടി അവൾ കണ്ടു. ഉടൻ സെൽ റിങ് ചെയ്തു. അപ്പോൾ ഡിസ്പ്ലേയിൽ തെളിഞ്ഞത് അവൻ്റെ നമ്പറായിരുന്നു. വിറയലോടെ അവൾ കോൾ അറ്റൻഡ് ചെയ്തു. ദേവൂടാ ദേവൂടാ കളിയാക്കിയുള്ള അവൻ്റെ പാട്ട് കേട്ടു. എടാ പട്ടി, എൻ്റെ മുഖം ഒട്ടിച്ചു വെച്ച് മോർഫ് ചെയ്ത് അയച്ചിരിക്കുകയാണല്ലേ നീ. നീ അഭിനയിക്കുകയായിരുന്നല്ലേടാ. അവൾക്ക് ഭ്രാന്ത് പിടിച്ചു. അതിന് നിൻ്റെ ഫോട്ടോ ഒന്നും ഞാനെടുത്തിട്ടില്ലല്ലോ. മോർഫ് ചെയ്യാനാണെങ്കിലും നിൻ്റെ ഒരു ഫോട്ടോ എങ്കിലും വേണ്ടേ? സൂക്ഷിച്ച് നോക്കടി. അത് നീ തന്നെ. ആരും പുറത്ത് കാണാത്ത നിൻ്റെ ആ മറുക് നീ കാണുന്നില്ലേ? അവൻ്റെ ചിരി തീക്കനലായി അവളുടെ കാതിൽ വീണു. തൻ്റെ ദേഹത്തെ ആ മറുക് അവൾ കണ്ടു. നീ എന്താടി സജിയെക്കുറിച്ച് കരുതിയത്? നീ വലിയ സാമർത്ഥ്യക്കാരിയും ഞാൻ വെറും മണ്ടനുമെന്നോ? ആണുങ്ങളെക്കുറിച്ച് നിനക്കൊന്നും അറിയില്ലടി. അവരൊന്ന് മോഹിച്ച സാധിച്ചിരിക്കും. എവിടെ പോയിടി? 6 നീളമുള്ള നിന്റെ നാവ് തൊണ്ടക്കുഴിയിലേട്ട് താണുപോയോ? നിന്റെ മിടുക്കും സാമർത്ഥ്യവും ഞാനൊന്ന് കാണട്ടേടി. രേവതിക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി. മുറി മുഴുവനായും തൻ്റെ മുന്നിൽ വട്ടം കറങ്ങുകയാണ്. നിനക്ക് ഞാൻ ഓരോന്ന് സമ്മാനിച്ചതും എൻ്റെ കാര്യങ്ങൾ സാധിച്ചെടുക്കാനാ. നീ ചുരിദാർ ധരിക്കാൻ കയറിയ മുറിയിൽ നിന്നെ മുഴുവനായി കിട്ടാൻ പാകത്തിൽ ഞാനൊരു ഹാൻഡി ക്യാം ഓൺ ചെയ്ത് വെച്ചിരുന്നു. നീ 2 തവണ ഡ്രസ് മാറുന്ന 16 മിനിറ്റ് ദൈർഘ്യമുള്ള ഇടിവെട്ട് വീഡിയോ ഇപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിലുണ്ടടി. ദിവസവും നിന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അവൻ്റെ ചിരി ഉച്ചത്തിൽ കേട്ടു. ഈശ്വര, ഉള്ളുകൊണ്ട് രേവതി പൊട്ടിക്കരഞ്ഞു. ഈ ചതിയിൽ നിന്ന് രക്ഷപ്പെടാൻ തനിക്ക് കഴിയില്ല. എന്തൊരു ബ്യൂട്ടിയാടി നിനക്ക്. ഇതുവരെയും ഞാൻ ആരെയും ഇത് കാണിച്ചിട്ടില്ല. ഇനി ഞാൻ പറയുന്നത് മാത്രമേ നീ അനുസരിക്കൂ. അനുസരിച്ചില്ലെങ്കിൽ ആദ്യം നിൻ്റെ ഫോട്ടോ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് ഐഡിയിലൂടെ ഫേസ്ബുക്കിൽ കയറ്റിവിടും. ഒരു 10,000 ലൈക്കെങ്കിലും നിനക്ക് കിട്ടും. പിന്നെ ചെയ്യാൻ പോകുന്നത് അറിയാലോ. വാട്സാപ്പിലോട്ടാവും നീ കയറാൻ പോകുന്നത്. ഈയിടെ സൂപ്പർ ഹിറ്റായ ചേച്ചിയുടെ വീഡിയോയെ കടത്തിവിട്ട് നീ. അതിനുള്ള സ്കോപ്പ് നിനക്കുണ്ടടി. അതിനുശേഷമുള്ള നിൻ്റെ കയറ്റം യൂട്യൂബിലേക്കാണ്. നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ അസൂയ തോന്നുന്നടി മോളെ. ശബ്ദം കൊഴിഞ്ഞപ്പോൾ രേവതിക്ക് ഇരിക്കണമെന്ന് തോന്നി. അതിനു മുമ്പേ പാടെ കുഴഞ്ഞ് അവൾ കട്ടിലിൽ വീണു. ഞാനിനി ജീവിക്കില്ല, മരിച്ചു കളയും. അർച്ചനയുടെ നെഞ്ചിൽ നിന്ന് മുഖം ഉയർത്താതെ രേവതി വിതുമ്പിപ്പൊട്ടി. അർച്ചനയുടെ മനസ്സ് നടുങ്ങി. അവളുടെ മുഖം കൈകളിലെടുത്ത് ഉയർത്തി. അശ്രു കലുഷിതമായിരുന്നു ആ മുഖം. രേവതിയാണോ അതെന്നു പോലും അർച്ചന സംശയിച്ചു. എന്താ മോളെ നിനക്ക് സംഭവിച്ചത്? അവൻ നിന്നെ ചതിച്ചോ? അർച്ചനയുടെ ഒച്ച പതറി. രേവതി അർച്ചനയെ നോക്കി കൊച്ചുകുട്ടിയെപ്പോലെ കരഞ്ഞു. അവൾ കളങ്കപ്പെട്ടെന്ന് തന്നെ അർച്ചന ഉറപ്പിച്ചു. നീ നശിച്ചു പോയോ? അർച്ചനയുടെ നെഞ്ചുപൊട്ടി. ഇല്ല ചേച്ചി. പക്ഷേ രേവതിക്ക് പൂർത്തിയാക്കാനായില്ല. തെല്ല ആശ്വാസം അർച്ചനയ്ക്കുണ്ടായി. അവൻ നിന്റെ ഫോട്ടോ എടുത്തോ? ഞാൻ അറിയാതെ എൻ്റെ ഡ്രസ്സ് മാറുന്ന വീഡിയോ അവൻ എടുത്തു. അത് വെച്ച് അവൻ എന്നെ ഭീഷണിപ്പെടുത്തുക. രാത്രി ഇറങ്ങി ചെന്നില്ലെങ്കിൽ ആ വീഡിയോ നെറ്റിലിടുമെന്ന് കരച്ചിലിനിടയിൽ അവൾ പറഞ്ഞൊപ്പിച്ചു. എവിടെ വെച്ചാ അവൻ അതെടുത്തത്? അവൻ്റെ വീട്ടിൽ വെച്ച്. അവൻ എന്നെ സ്നേഹിക്കുകയാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. ആ മോതിരം മുക്കുപണ്ടമാണെന്ന് അറിഞ്ഞതോടെ അവൻ്റെ ഭാവം മാറി. ചതിയനാവൻ. അവനെ മനസ്സിലാക്കാൻ എനിക്ക് കഴിയാതെ പോയി. രേവതി നെഞ്ചുപൊട്ടി കരഞ്ഞു. എനിക്കെല്ലാം അറിയണം. എന്താ ഉണ്ടായതെന്ന് ഇനിയും മറച്ചു വെക്കാതെ നീ എന്നോട് പറ. നിന്റെ കൂടെ ഞാനുണ്ട് മോളെ. രേവതി കണ്ണും കവിളും തുടച്ചു. അർച്ചന അവളെ കട്ടിലിൽ പിടിച്ചിരുത്തി. സജി സെൽഫോൺ തന്നതും പിന്നാലെ ചുരിദാറും മോതിരവും സമ്മാനിച്ചതുമെല്ലാം അവൾ പറഞ്ഞു. കരകയറാനാവാത്ത ചുഴിയിൽ അവൾ പെട്ടുപോയെന്ന് അർച്ചനയ്ക്ക് മനസ്സിലായി. ഇന്നലെ രാത്രി ഞാൻ ഇറങ്ങിച്ചെല്ലാതായപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ അവൻ ഫേസ്ബുക്കിലിട്ടു. ഈശ്വര,
രേവതി ഫോണെടുത്ത് വാട്സാപ്പും ഫേസ്ബുക്കും ഓപ്പൺ ചെയ്ത് ആ ഫോട്ടോകൾ കാണിച്ചു കൊടുത്തു. അർച്ചന സ്തബ്ധയായിരുന്നു. നോവൽ തുടരും.